ഹലോ ലോയിറ്റെ, ഗുഡ് ഡേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്പ്രഹൻ ഷ്രൈബൻ എന്നീ എക്സാം എഴുതുമ്പോൾ, പ്രത്യേകിച്ച് B2 ലെവൽ സ്പ്രഹൻ ഷ്രൈബൻ എന്നീ എക്സാം എഴുതുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ടൈം മാനേജ്മെന്റിനെ പറ്റിയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി B2 എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമുക്ക് പലപ്പോഴും സമയം തികയാറില്ല. 60 മിനിറ്റ് 70 മിനിറ്റ് ഒക്കെ കൊയ്ത്ത് തരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയാൻ പറ്റാറില്ല. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ എഴുതുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പോ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്, എന്തൊക്കെ പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ റൂട്ട്സിലൂടെ പോകണം, എങ്ങനെ എൻഡ് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, ഇത്തരം പോയിന്റ്സിനെ കുറിച്ചൊരു വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും സമയം എടുക്കുന്നത്. കാരണം നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് അപ്പം കിട്ടുന്ന ഐഡിയകൾ എഴുതി 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 അവസാനം നമുക്ക് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സമയം കഴിഞ്ഞു പോവുക, അതിൽ പ്രസന്റ് ചെയ്യുന്ന സമയം തീർക്കാൻ പറ്റാതെ വരിക, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സോ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്പ്രഹൻ എക്സാമിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. സ്പ്രഹൻ എക്സാമിൽ തേമ പ്രസന്റ് ചെയ്യാൻ പോകുന്നതിന്റെ 15 മിനിറ്റ് മുമ്പേ നമുക്ക് ഒരു റഫ് പേപ്പർ തരാറുണ്ട്. ഈ റഫ് പേപ്പറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഈ പേപ്പറിലാണ് നമ്മൾ ടോട്ടൽ ടൈൽ 1ഉം ടൈൽ 2ഉം, അതായത് തേമ പ്രസന്റേഷനും ഡിസ്കസ്യോണും, ഇതിലാണ് ഫുൾ പോയിന്റ്സ് എഴുതി വെക്കേണ്ടത്. ഈ പോയിന്റ്സ് ഒരിക്കലും കൂടാൻ പാടില്ല, നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ ഇവിടെ എങ്ങനെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ഇനി നമുക്ക് ഷ്രൈബൻ എക്സാമിൽ റഫ് പേപ്പറിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഷ്രൈബൻ എക്സാം എഴുതുമ്പോൾ നമുക്ക് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പേ പേപ്പർ കിട്ടില്ല. എക്സാം എഴുതുന്നതിനോട് കൂടെ, എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുന്നതിനോട് കൂടിയാണ് റഫ് പേപ്പർ കിട്ടുക. സോ നമ്മൾ ടോട്ടൽ ഷ്രൈബനിൽ എന്തൊക്കെ എഴുതാൻ പോകും എന്നൊന്ന് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് അതിൽ റഫ് പേപ്പറിൽ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഷ്രൈബൻ എഴുതി എൻഡ് ചെയ്യിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് എത്ര മിനിറ്റ്സ് ഓരോ പോയിന്റ്സും കവർ ചെയ്യാൻ എടുക്കണം എന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയ റഫ് പേപ്പറിനെ ഈ ലൈനിലൂടെ ഫോൾഡ് ചെയ്യുക, സെൻട്രലിലൂടെ ഫോൾഡ് ചെയ്യുക. സോ നമുക്കിപ്പോൾ നമ്മുടെ പേപ്പർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻട്രൊഡക്ഷൻ 1-2 വേർഡ്സ് മാത്രം പോയിന്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ആ 2 പോയിന്റ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. കൂടുതലായിട്ട് ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകരുത്. അതിനുശേഷം 3 മ്യോഗ്ലിഷ്കൈറ്റ് പോയിന്റ് കുറച്ച് ഗ്യാപ്പുകൾ വിട്ടിട്ട്, നിങ്ങൾ എത്ര മ്യോഗ്ലിഷ്കൈറ്റാണോ എഴുതുന്നത് അത്രയും മ്യോഗ്ലിഷ്കൈറ്റുകൾ ഇങ്ങനെ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇനി പേപ്പറിൻ്റെ മറ്റേ വശത്ത് ഓരോ മ്യോഗ്ലിഷ്കൈറ്റിനും എത്ര അഡ്വാൻറ്റേജസും എത്ര ഡിസഡ്വാൻറ്റേജസും ഉണ്ടെന്ന് പ്ലസ് ആൻഡ് മൈനസ് മാർക്കിൽ വെച്ചിട്ട് പോയിന്റ് ചെയ്യുക. സോ നിങ്ങൾ മനസ്സിലാക്കണം, പോയിന്റ് ചെയ്യുമ്പോൾ കൂടുതലും നൗൺസ് പോയിന്റ് ചെയ്യാൻ ശ്രമിക്കുക, വേർബ്സ് പോയിന്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ സിംഗിൾ വേർഡിൽ വേണം ഇതെല്ലാം പോയിന്റ് ചെയ്യാൻ. അങ്ങനെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ആരോ മാർക്ക് ഇട്ടോ അല്ലെങ്കിൽ പ്ലസ് ആൻഡ് മൈനസ് ആക്കിയിട്ടോ ഇതുപോലെ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതുക. ഇനി അവസാനമായി മൈനും എഴുതാൻ, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ എഴുതാൻ 2 പോയിന്റുകൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ 2 പോയിന്റുകൾ പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതാൻ, നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതുന്നുണ്ടെങ്കിൽ 2 പോയിന്റ് മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതാൻ ഉപയോഗിക്കുക. 2 പോയിന്റ് മാത്രം ഷ്ലുസിന് അഥവാ എൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. സോ നിങ്ങൾ കൂടുതലും നല്ലത് മൈനും ഏറ്റവും അവസാനം കൊണ്ടെഴുതുന്നതാണ്. കാരണം മൈനും ഒരു കൈൻഡ് ഓഫ് എൻഡിങ് തന്നെയാണ്. ഒരു തേമ എൻഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ വേ അവസാനം കൊണ്ടുപോയി മൈനും പറയുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു വിഷൻ കിട്ടണം എങ്ങനെയാണ് ഈ തേമ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ഇനി ഡിസ്കഷന്റെ കാര്യം നോക്കാം. സോ നമ്മൾ തേമയുടെ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഡിസ്കഷന് വേണ്ടി സ്പേസ് വിടുക. എത്രത്തോളം ചെറുതാക്കി നമുക്ക് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം ചുരുക്കി നമുക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കുക. കാരണം നമ്മൾ ഒരുപാട് എഴുതിയിട്ടില്ല എന്ന് നമുക്ക് പ്രൂഫേഴ്സിനെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. ഈ ഡിസ്കഷന്റെ ഈ ഫോൾഡ് ചെയ്ത പേപ്പറിന്റെ ഒരു വശത്തും മറ്റേ വശത്തുമായിട്ട് പ്ലസ് പോയിന്റിലും നെഗറ്റീവ് പോയിന്റ്സിലും നമ്മൾ ഏത് ഡിസ്കഷനാണോ അതിനെ എഗ്രി ചെയ്യുന്ന പോയിന്റുകളും ഡിസഗ്രി ചെയ്യുന്ന പോയിന്റുകളും നോട്ട് ചെയ്ത് വെക്കുക. 4-5 പോയിന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ കൂടുതൽ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി ഇതിന്റെ ഇടയിലുള്ള സ്പേസിൽ നമുക്ക് ഒരാളുടെ ദാഫ്യൂർ പോയിന്റ് അല്ലെങ്കിൽ ദഗേഗൻ പോയിന്റ്, ഒരാൾ എഗ്രി ചെയ്യുന്ന പോയിന്റ് ആണെങ്കിലും ഡിസഗ്രി ചെയ്യുന്ന പോയിന്റ് ആണെങ്കിലും അതിനെ തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നുള്ള പോയിന്റുകൾ എഴുതി വെച്ചാൽ നന്നാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, 15 മിനിറ്റ് നമുക്ക് പ്രിപ്പറേഷൻ സമയം തന്നിട്ട് ഈ പോയിന്റുള്ള നോട്ടിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യേണ്ട പോയിന്റുകൾ എഴുതാൻ നോക്കാൻ പാടുള്ളൂ. സോ നമുക്ക് ഈ ഇടയിലുള്ള സ്പേസുകളിൽ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യാവുന്നതാണ്. ഷ്രൈബന്റെ പേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്തൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അതിൽ ചിലപ്പോൾ ഗ്രൂണ്ട് മെൻഷൻ ചെയ്യാൻ പറയും, അന്തരമ്യോൾഷ്കൈറ്റൻ മെൻഷൻ ചെയ്യാൻ പറയുന്നത്, അതല്ലെങ്കിൽ ഫോട്ടോയിലെ ഫോൺ അന്തരമ്യോൾഷ്കൈറ്റൻ, മൈനും, ഇതുപോലത്തെ കുറച്ച് പോയിന്റ്സ് ആയിരിക്കും. സോ
നമുക്ക് ഗ്രൗണ്ട് എത്ര എണ്ണം ഉണ്ടോ അത് മെൻഷൻ ചെയ്യാം. അതിനുശേഷം അന്തരമ്യോൾസ്കൈറ്റ് മെൻഷൻ ചെയ്യാം. പക്ഷേ ഇതെല്ലാം സിംഗിൾ പോയിന്റ് തന്നെ, നമ്മൾ തേമയിൽ ചെയ്ത പോലുള്ള സിംഗിൾ പോയിന്റ് പോലെ തന്നെ ചെയ്യണം. പിന്നെ ഫോട്ടോയിലെ ഫോൺ അന്തരമ്യോൾസ്കൈറ്റ് നമുക്ക് പ്ലസ് പോയിന്റ് ചെയ്യാം. ഈ പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ് നമുക്ക് എവിടെ കണ്ടാലും അഡ്വാൻറ്റേജ് ആണ് ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് തേമയിലാകുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ മനസ്സിലാവും. അതുപോലെ ട്രൈബലിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പ്ലസ് മൈനസ് സിമ്പിൾസ് ഇട്ടിട്ട് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. ഫോട്ടോയിലെ ഫോൺ അന്തരമ്യോൾസ്കൈറ്റ് പ്ലസ് പോയിന്റ് എഴുതിയിട്ട് പിന്നെ നമ്മൾ മൈനുങ് ഷ്ലുസും കൂടി ആഡ് ചെയ്ത് 3 പോയിന്റ് ആക്കി പറയണം. എന്ന് വെച്ചാൽ മൈനുങ് അതുപോലെ നമുക്ക് എൻഡിങ് ഈ രണ്ടും കൂട്ടിയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ 3 പോയിന്റ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്യണം. ഇനി ബ്രീഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കോർണറിൽ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ട് ഒരു ബ്രീഫ് ഏതൊക്കെ റൂട്ട്സിലൂടെ പോകണം അത് നമുക്ക് സബ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടേണ്ടതെന്ന്. സോ ആ പോയിന്റ്സ് 4 വെച്ചിട്ട് ഒരു കോർണറിൽ മാത്രം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സാംസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനെ കുറിച്ചോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ തംസ് അപ്പ് ഇട്ടാൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും. അപ്പം ചൂസ്.